1 month മാത്രമേ ഉണ്ടായിരുന്നു റിലേഷൻ. അത് കഴിഞ്ഞ് ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ വന്നിട്ടാണ് പിന്നെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് വലിയ തെറ്റെന്ന് തോന്നുന്നത്. കാരണം പേടിയായിരുന്നു ആ സമയത്ത് പറയാൻ. കാരണം കുറ്റബോധമൊന്നും തോന്നില്ലേ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഞാനായിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വീട്ടുകാർ മറച്ചു വെച്ചതല്ലേ ആ പെൺകുട്ടിയോട്? എനിക്ക് പറയാൻ, അല്ലെങ്കിൽ എനിക്കത് തുറന്ന് പറയാൻ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മളത് മാത്രമായിട്ട് നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. മാരേജ് അപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമില് ആ കുട്ടിയുടെ ജീവിതം കൂടി കളയുന്നതിന്റെ അല്ല, ആ കുട്ടിയെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്താക്ക് പറയാറുന്നില്ല? എനിക്കത് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് വലിയ തെറ്റെന്ന് തോന്നുന്നു. കാരണം ലൈക്ക് എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേടിയായിരുന്നു ആ സമയത്ത് പറയാൻ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ, അല്ലെങ്കിൽ എല്ലാവരും പറയാൻ പേടിയായിരുന്നു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഓക്കെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും. അപ്പോൾ അവർക്ക് അറിയില്ല അവർക്ക് എന്താണ് ഇത്, എന്താണ് ഒരാളെ ഉള്ളിലുള്ളൊരു ഇത് ഇൻറ്റൻഷൻ എന്താണെന്ന് അവർക്ക് അറിയുന്നൊരു, അത് ആലോചിക്കാൻ പറ്റുന്നുള്ളൊരു എന്താ പറയുക, ഒരു കഴിവുള്ള ആൾക്കാരല്ല അവർ ടിപ്പിക്കൽ ഒരു പക്ക ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തികൾ. അപ്പൊ അവരെ പറഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പോഴും ഇത്താക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടോ? അതോ കുറ്റബോധം ഒന്നും തോന്നില്ലേ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഞാനായിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവസാനം ഞങ്ങൾ മ്യൂച്വലി ഡിവോഴ്സ് ആയ സമയത്ത് നമ്മൾ ഒരു ഇത് കൊടുക്കുമല്ലോ അവർക്ക്, ലൈക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ലൈക്ക് അല്ല, അവര് നമ്മൾ ഡിവോഴ്സ് ചെയ്ത സമയത്ത് അവർക്കൊരു എമൗണ്ട് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്തത് കൊണ്ട് എനിക്ക് വിഷമില്ല. കാരണം ആ കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷനും നല്ലൊരു ബെറ്റർ ലൈഫും കിട്ടാൻ അതുകൊണ്ട് സഹായിക്കും. കുട്ടിക്ക് എത്ര ഏജ് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 25 അത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നല്ലേ? അതെ, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അപ്പം ഇത്ര ഒരു സമയം ഇപ്പം നിങ്ങൾ എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു? 1 month. ആ 1 monthനുള്ളിൽ തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനൊരു ഇതാണ്, എനിക്ക് ആ കുട്ടിയായിട്ട് ഫുള്ളി ലൈഫ് ലോങ് പോകാൻ പറ്റില്ല, എൻ്റെ ഉള്ളിൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞപ്പം? അങ്ങനെ പറയേണ്ടി വന്നില്ല, അതിന് മുമ്പ് അറിഞ്ഞു. അപ്പൊ അവളായിട്ട് തന്നെയാണ് എനിക്ക് എടുത്തത്. ഓക്കെ, നമുക്ക് സെപ്പറേറ്റഡ് ആവാം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോകാം, ഞാൻ എൻ്റെ ലൈഫായിട്ട് നോക്കിയിട്ട് പോവാം എന്ന രീതിയിൽ. കുറച്ച് അത്യാവശ്യം നല്ല ഒരു എഡ്യൂക്കേഷനുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കഴിവ്, ഒരു ആവശ്യം വന്നില്ല അവിടെ. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? വീട്ടുകാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഇതിന്റെ ശേഷം പിന്നെ എല്ലാവരോടും ഭയങ്കര എല്ലാരും എന്നെ എതിർക്കുന്ന രീതിയിലായിരുന്നു. കുട്ടി എപ്പോഴെങ്കിലും ഈ ഒരു ടൈമിൽ ഇപ്പം ഇത്രയും നിലയിലെത്തി, ഇപ്പം സെലിബ്രിറ്റി ആയി, ഇൻഫ്ലുവൻസറായി, ബിസിനസ്സുകാരിയായി, അപ്പൊ എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. ലൈക്ക് അവളെ ഉമ്മ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലാണ്ട് അവളായിട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അതില് ബേബീസ് ഒന്നും ഇല്ല. 1 month മാത്രമേ ഉണ്ടായിരുന്നു റിലേഷൻ. അത് കഴിഞ്ഞ് ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ വന്നിട്ടാണ് പിന്നെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നത്. അപ്പൊ അങ്ങനെ നാട്ടിൽ നിന്നപ്പോ ഇത് അവർക്ക് ഇത്തായിട്ട് ഡയറക്റ്റ് പോയി പറഞ്ഞില്ല? ഇല്ല, അതിന് മുമ്പ് കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് ഡിവോഴ്സ് ആയത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വീട്ടുകാർ മറച്ചു വെച്ചതല്ലേ ആ പെൺകുട്ടിയോട്? എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അന്നേ മുതൽ ഞാൻ ലേഡീസിന്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ. എന്നോട് ചോദിക്കുമായിരുന്നു, ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, വീഡിയോസിന് വേണ്ടി ചെയ്യുന്നതാണോ എല്ലാം അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പറയാൻ പേടിയായിരുന്നു, എല്ലാം അങ്ങനെയല്ല ഇങ്ങനെ. എനിക്ക് ഫാമിലീസിനെ പേടിയായിരുന്നു. ഉപ്പ, ഉമ്മ, അതേപോലെ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാര്, അവരൊക്കെ പേടിയായതുകൊണ്ട് എനിക്ക് പറയാൻ, അല്ലെങ്കിൽ എനിക്കത് തുറന്ന് പറയാനൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ അത്രത്തോളം ഒരു പ്രോബ്ലം ആയി പോയത്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും വിഷമമൊന്നും ഇല്ല. ബേബി പ്ലാൻസ് ഒക്കെ ഉണ്ടോ അപ്പം? ഇപ്പൊ ഇല്ല, പക്ഷെ എന്തായാലും ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളത് മാത്രമായിട്ട് നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കി നമ്മളെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു പ്ലാനിങ്ങിലാണ്. കുട്ടിയായാലും നമ്മളൊന്നും അറിയിക്കാതെ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബീസിന്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗേളിനെയാണോ? അങ്ങനെ കുട്ടികളെല്ലാരും എനിക്ക് ഇഷ്ടമാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ എല്ലാവരും ഇഷ്ടം. പക്ഷെ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പെൺകൊച്ചുങ്ങളെ കിട്ടണം ഭയങ്കര ആഗ്രഹമാണ്. കാരണം എനിക്ക് ഒരുക്കി നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട്, പെൺകുട്ടികളെ കുറച്ചുകൂടെ ഒരുക്കി നടത്താൻ ആഗ്രഹം. പക്ഷെ എനിക്ക് പൊതുവെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. അവരെ നിഷ്കളങ്കത, ചിരി, അവരെ ഇതൊക്കെ ക്യൂട്ട്നെസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെൺകുട്ടി ആകുമ്പോഴത്തേക്കിന് ഇത്താക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇതായിരിക്കും, കണ്ണെഴുതി കൊടുക്കാനും എഴുതി കൊടുക്കാനും. അങ്ങനെ എനിക്ക് ഓൾറെഡി എന്റെ താത്തമാരെ കുട്ടികളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരുക്കി കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുട്ടികളെ.